നമസ്കാരം. മിഡിസ്റ്റ് അവർ ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ സ്വദേശത്തേക്ക് അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്ന് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി. കൂടുതൽ വിദേശ ബാങ്കുകൾക്ക് രാജ്യത്ത് പ്രവർത്തനാനുമതി നൽകും. സൗദി റിയാലും US ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്നും മോണിറ്ററി ഏജൻസി മേധാവി. വിശദമായ വാർത്തകൾ നോക്കാം. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശികൾ സ്വദേശത്തേക്ക് അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്ന് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി മേധാവി അഹമ്മദ് അൽ ഖലീഫി പറഞ്ഞു. കൂടുതൽ വിദേശ ബാങ്കുകൾക്ക് രാജ്യത്ത് പ്രവർത്തനാനുമതി നൽകും. സൗദി റിയാലും US ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കിൽ മാറ്റം വരുത്തില്ലെന്നും സമ മേധാവി വ്യക്തമാക്കി. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി ഏർപ്പെടുത്തുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക പരിഷ്കരണവും മൂല്യവർദ്ധിത നികുതിയും ഏർപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഈ സാഹചര്യത്തിലാണ് സാമ മേധാവിയുടെ വിശദീകരണം. മോണിറ്ററി ഏജൻസിയുടെ വാർഷിക റിപ്പോർട്ട് സൽമാൻ രാജാവിന് സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക മേഖല സജീവമാക്കാൻ കൂടുതൽ വിദേശ ബാങ്ക് ശാഖകൾക്ക് സൗദിയിൽ പ്രവർത്തനാനുമതി നൽകുമെന്നും സാമ മേധാവി പറഞ്ഞു. ഡോളറുമായുള്ള സൗദി റിയാലിനുള്ള വിനിമയ നിരക്ക് തുടരും. അമേരിക്കൻ കോൺഗ്രസ് അംഗീകരിച്ച ജസ്റ്റ നിയമമോ ട്രംപിന്റെ വിജയമോ അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധത്തിനും നിക്ഷേപത്തിനും അസ്വസ്ഥത സൃഷ്ടിക്കില്ല. സൗദി അറേബ്യയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴും ഭദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നാണയം ഉടൻ പുറത്തിറക്കും. 1000 റിയാലിന്റെ കറൻസി പുറത്തിറക്കാൻ സാമക്ക് ഉദ്ദേശമില്ലെന്നും അഹമ്മദ് അൽ ഖലീഫി വ്യക്തമാക്കി. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. അശോക് ലെയ്ലാൻഡ് കമ്പനി ഓയിസ്റ്റർ സ്കൂൾ ബസ്സുകൾ സൗദി വിപണിയിൽ അവതരിപ്പിച്ചു. 33 സീറ്റും 8 മീറ്റർ വീതിയുമുള്ളതാണ് ബസ്സുകൾ. ചൈനീസ്, ജപ്പാനീസ് വാഹനങ്ങൾ അടക്കി വാഴുന്ന സൗദി വിപണിയിൽ ഇന്ത്യൻ വാഹനത്തിന് നല്ല സ്വീകാര്യതയുണ്ടെന്ന് അശോക് ലെയ്ലാൻഡ് ഇന്റർനാഷണൽ സെയിൽസ് വിഭാഗം വൈസ് പ്രസിഡന്റ് ഭീമസേന റാവു പറഞ്ഞു. ദമാം ഇന്ത്യൻ സ്കൂളിലുള്ള 32 ബസ്സുകൾ കൈമാറിക്കൊണ്ടാണ് സൗദി വിപണിയിൽ തുടക്കം കുറിച്ചത്. വിപണിയിലുള്ള മറ്റു ബസ്സുകളേക്കാൾ കുറഞ്ഞ വിലയിലായിരിക്കും ഓയിസ്റ്ററിന്റെ പ്രത്യേക ആകർഷണം. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ച എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ചതാണ് ബസ്സുകൾ. വെസ്റ്റേൺ ഓട്ടോ കമ്പനി മുഖേനയാണ് അശോക് ലെയ്ലാൻഡ് സൗദി വിപണിയിലെത്തുക. We have made a very significant beginning this morning. We have delivered 25 school buses to the Indian International School Dammam, which has about 18,500 students enrolled. It's one of the largest schools here, and they have gone through a lot of scrutiny and they finally decided to support Ashok Leyland Oyster. പുതിയ കരാർ പ്രകാരം കഴിഞ്ഞ ഏപ്രിൽ മുതൽ കമ്പനി സേവനം തുടങ്ങിയെങ്കിലും പുതിയ ബസ്സുകൾ കഴിഞ്ഞ ദിവസമാണ് സേവനത്തിന് തയ്യാറായത്. മീഡിയ 1, ദമാം. ശിശുദിനത്തിൽ കുട്ടികൾക്ക് ജൈവ കൃഷിയുടെ പ്രകൃതി പാഠങ്ങൾ പകർന്നു നൽകി വേറിട്ട രീതിയിൽ ആഘോഷിക്കുകയാണ് ഖത്തറിലെ ഒരു പ്രവാസി കൂട്ടായ്മ. ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി അസോസിയേഷനാണ് അടുക്കളത്തോട്ടം ദോഹയുടെ കൃഷിയിടത്തിലെത്തി ശിശുദിനം ആഘോഷിച്ചത്. ഷഹാനിയ മരുഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികളും നെൽപ്പാടവും കാണാനാണ് ശിശുദിനത്തിൽ ഈ കുട്ടികൾ അടുക്കളത്തോട്ടം ദോഹയുടെ കൃഷിയിടത്തിലെത്തിയത്. മരുഭൂമിയിൽ പച്ച വിരിച്ചു നിൽക്കുന്ന ക്യാബേജ്, കോളിഫ്ലവർ തോട്ടവും വളർന്നു പാകമായി നിൽക്കുന്ന പയറും പാവലും പടവലവുമെല്ലാം ഗൾഫിൽ വളർന്ന കുട്ടികൾക്ക് കൗതുക കാഴ്ചകളായിരുന്നു. ട്രിവാൻഡ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഖത്തർ അലൂമിനി അസോസിയേഷനാണ് ശിശുദിനത്തിൽ കുട്ടികൾക്ക് ജൈവകൃഷി പരിചയപ്പെടാനുള്ള അവസരമൊരുക്കിയത്. കൗതുകത്തോടെ തോട്ടത്തിലെത്തിയ കുട്ടികൾക്ക് കൃഷിയുടെ ആദ്യപാഠം പകർന്നു നൽകി ജൈവകൃഷിയുടെ പ്രാധാന്യം വിവരിച്ചു കൊടുത്തത് അടുക്കളത്തോട്ടം ദോഹ പ്രവർത്തകരാണ്. മണ്ണിലിറങ്ങിയും ചെടികൾ തൊട്ടുനോക്കിയും വിളവെടുത്തുമെല്ലാം കൃഷിയെ അടുത്തറിയാൻ ശ്രമിച്ച കുട്ടികൾ ഓരോരുത്തരും പുതിയ തൈകൾ നട്ടാണ് ഷഹാനിയയിലെ തോട്ടത്തിൽ നിന്നും മടങ്ങിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. UAE സർക്കാർ ജീവനക്കാരികൾക്ക് ശമ്പളത്തോടെ 3 മാസത്തെ പ്രസവാവധി നൽകാൻ തീരുമാനം. നിലവിലെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് സ്ത്രീ മുന്നേറ്റത്തിന് കൂടുതൽ കരുത്തു പകരുന്ന നടപടി UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചത്. പുതിയ നിയമപ്രകാരം പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 3 മാസമാണ് പ്രസവാവധി. കുഞ്ഞുങ്ങൾക്ക് 4 മാസം പ്രായമാവും വരെ മുലയൂട്ടുന്നതിനായി ദിവസവും 2 മണിക്കൂർ ഇടവേളയും ലഭിക്കും. 2008 തയ്യാറാക്കിയ 11ാം നിയമമനുസരിച്ച് നിലവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 2 മാസമാണ് പ്രസവാവധിയായി നൽകി വരുന്നത്. ഈ നിയമത്തിന്റെ 51ാം ചട്ടം ഭേദഗതി ചെയ്താണ് 2016 17ാം ഫെഡറൽ നിയമം പുറപ്പെടുവിച്ചത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 4 മാസത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിലാവും. തൊഴിലന്തരീക്ഷം കൂടുതൽ സുഗമമാക്കാൻ നിയമങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സർക്കാർ ആഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് നിയോഗിച്ച UAE ജെൻഡർ ബാലൻസ് കൗൺസിൽ ശ്രദ്ധേയമായ സ്ത്രീപക്ഷ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. വാർപ്പ് മാതൃകകളെ മാറ്റിമറിച്ച് സ്ത്രീകളെ മുൻനിരയിലെത്തിക്കാനുള്ള നടപടികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് ഷെയ്ഖ് അമനാൽ വ്യക്തമാക്കിയിരുന്നു. ജീവനക്കാരുടെ മെഡിക്കൽ ലീവ് ചട്ടത്തിലും മാറ്റമുണ്ട്.
അംഗീകൃത ഡോക്ടറുടെ ശുപാർശ പ്രകാരം ഒരു അവധി അപേക്ഷയിന്മേൽ തുടർച്ചയായി 5 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. വർഷത്തിൽ പരമാവധി ലഭിക്കുക 15 മെഡിക്കൽ ലീവുകളാണ്. 15 ദിവസത്തിലകം അവധി ആവശ്യമായി വരികയാണെങ്കിൽ അപേക്ഷയ്ക്ക് ആരോഗ്യ വിഭാഗം ചുമതലപ്പെടുത്തുന്ന മെഡിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരം വേണം. കുടുംബാംഗത്തിന് മരണം സംഭവിച്ചാൽ ശമ്പളത്തോടെ 5 ദിവസത്തെയും ഉറ്റബന്ധുക്കളുടെ മരണത്തിന് 3 ദിവസത്തെയും അവധി ലഭിക്കും. മീഡിയ 1 ദുബൈ. പ്രവാസി ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുമെന്ന് അക്കാദമി സെക്രട്ടറി പൊന്നിയം ചന്ദ്രൻ. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈത്തിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നലെ ജലച്ഛായ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം അത് നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു ഡെമോ പെയിൻറ്റിങ് കാണിക്കുകയുണ്ടായി. കുറച്ച് കുട്ടികളുമായി സംവദിച്ചിരുന്നു. അങ്ങനെ രക്ഷിതാക്കളുടെ എല്ലാം അഭിപ്രായം വെച്ച് അവർ പറയുന്നത് കുട്ടികൾക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ ലളിതകലാ അക്കാദമി ഉൾപ്പെടെ സഹകരിക്കണമെന്നാണ്. തീർച്ചയായും ലളിതകലാ അക്കാദമി അതിൻ്റെ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്നതിന് ശേഷം പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ചിത്രകാരന്മാരുടെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അതേപോലെ ഇവിടെയുള്ള കുട്ടികൾക്ക് മത്സരം ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ, ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കാനും ആവശ്യമായ കാര്യങ്ങളെല്ലാം ആലോചിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. രക്ഷിതാക്കൾ ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോട് എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. കുവൈത്തിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കിൻഡർഗാർട്ടൻ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് ചിത്രരചനാ മത്സരം ഒരുക്കിയത്. 4 ഗ്രൂപ്പുകളിലായി 1000-ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. പെയിന്റിംഗ് മത്സരത്തിന് പുറമെ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി ഓപ്പൺ ക്യാൻവാസ് ചിത്രരചനയും സംഘടിപ്പിച്ചിരുന്നു. 1ാം സ്ഥാനം നേടിയവർക്ക് സ്വർണ്ണ മെഡലും മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും കലയുടെ പൊതുപരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യും. കലാ കുവൈത്ത് പ്രസിഡന്റ് ആർ നാഗനാഥൻ അധ്യക്ഷനായിരുന്നു. UAE എക്സ്ചേഞ്ച് പ്രതിനിധി ജോർജ് വർഗീസ്, രാഹുൽ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. പ്രകാശം ഈ പ്രവാസം ക്യാമ്പയിന്റെ ഭാഗമായി ICF ജിദ്ദ കമ്മിറ്റി പ്രവാസി അവകാശ ചർച്ച സംഘടിപ്പിച്ചു. നോർക്ക റൂട്ട്സ് സൗദി ജനറൽ കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് മുഖ്യപ്രഭാഷണം നടത്തി. നോർക്ക റൂട്ട്സിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ പ്രവാസി സമൂഹം തയ്യാറാകണമെന്നും അതിനായി നോർക്ക ഐഡന്റിറ്റി കാർഡ് എല്ലാവരും നിർബന്ധമായും എടുത്തിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകൻ സിറാജ് വഹാബ് സംസാരിച്ചു. AM സജിദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ICF പ്രസിഡന്റ് മുഹിയുദ്ദീൻ സഅദി ചർച്ച നിയന്ത്രിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് സ്വന്തം കഴിവുകേട് കൊണ്ട് വരുത്തിവെക്കുന്ന നഷ്ടം രക്ഷിതാക്കളുടെ തലയിൽ കെട്ടിവെക്കരുതെന്ന് യുണൈറ്റഡ് പാരന്റ്സ് പാനൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഫീസ് കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മാനേജ്മെന്റ് ഫീസ് വർധന ഉടൻ പിൻവലിക്കണം. ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു മുന്നണി സ്കൂളിന്റെ ഭരണം കൈയാളിയപ്പോൾ 2 വർഷം കൊണ്ട് സ്കൂളിന് അധിക ബാധ്യതയും വൻ സാമ്പത്തിക കമ്മിയും മാത്രമാണ് വരുത്തിവെച്ചത്. അനാവശ്യ തസ്തികകളുണ്ടാക്കി നിയമനങ്ങൾ നടത്തിയതടക്കമുള്ള നീക്കങ്ങൾ കാരണം സ്കൂളിന് ഏകദേശം 1 ലക്ഷം ദിനാറിന്റെ കനത്ത ബാധ്യത വന്നതായും UPP ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഫൗസിയ സുൽത്താൻ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ റൺ കുവൈത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കാളികളായി. പ്രത്യേക പരിഗണനയർഹിക്കുന്നവരുടെ പുനരധിവാസത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. നിരവധി കമ്പനികൾ നേരിട്ട് ജീവനക്കാരെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിച്ചു. സാൽമിയ സയന്റിഫിക് സെന്റർ പരിസരത്തു നിന്നാണ് ആരംഭിച്ച് തിരിച്ച് അവിടെ തന്നെ സമാപിക്കുന്ന രീതിയിലായിരുന്നു കൂട്ടയോട്ടം. വാമപ്പ് റേസ് പൂർത്തീകരിച്ച എല്ലാവർക്കും മെഡലുകളും സമ്മാന കിറ്റും വിതരണം ചെയ്തു. ഷാർജ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ ശിശുദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഹലീമ സഅദിയ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സീനിയർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു റെഡ്ഡി താഹിർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെൽഫെയർ കേരള കുവൈത്തിലെ മലയാളികൾക്കായി ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. 20 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമില്ലാത്ത ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുക. കുവൈത്തിൽ ചിത്രീകരിച്ചതായിരിക്കണം. മികച്ച 3 ചിത്രങ്ങൾക്ക് പുരസ്കാരം നൽകും. തെരഞ്ഞെടുത്ത ചിത്രങ്ങൾ ഡിസംബർ 9-ന് അബാസിയ സെൻട്രൽ സ്കൂൾ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിൽ പ്രദർശിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ K കരുണാകരൻ വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്ന് K മുരളീധരൻ MLA പറഞ്ഞു. OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓർമ്മകളിലെ ലീഡർ എന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നെടുമ്പാശ്ശേരി, കോഴിക്കോട് വിമാനത്താവളങ്ങൾ കേരള വികസനത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി യാഥാർത്ഥ്യമായത് K കരുണാകരൻ എന്ന ഭരണാധികാരിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. കോൺഗ്രസിന്റെ ബദ്ധവൈരികളായിരുന്ന CPIയും മുസ്ലിം ലീഗിനെയും ഉൾപ്പെടുത്തി
മുന്നണി ഭരണത്തിന് അടിസ്ഥാന ശില പാകിയത് കെ കരുണാകരനായിരുന്നു. സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് സാധ്യമല്ല. അതിനെ എല്ലാവരും ചേർത്ത് തോൽപ്പിക്കണം. ഇപ്പം ദൈവം സഹായിച്ച് ഇവർക്ക് ലോക്സഭയിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ, രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. ഇതിന് 2/3 മെജോറിറ്റി വേണം ഭരണഘടന അനുസരിച്ച് ഈ നിയമം മാറ്റണമെങ്കിൽ. കോൺഗ്രസ്സാണ് ഇപ്പോഴും രാജ്യസഭയിൽ BJPയേക്കാൾ അംഗസംഖ്യയുള്ളത്. മതേതര കക്ഷികൾക്കും സ്വാധീനമുണ്ട് രാജ്യസഭയിൽ. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്ത് ഏക സിവിൽ കോഡ് എന്ന ആശയത്തിനെ പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രസിഡന്റ് ബിജു കല്ലുമല അധ്യക്ഷത വഹിച്ചു. സമ്മേളനം അഹമ്മദ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പ്രഭാഷണം നടത്തി. മീഡിയ 1 ദമാം. പ്രവാസി സാംസ്കാരിക വേദി ജിദ്ദ സെൻട്രൽ കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് ശ്യാം ഗോവിന്ദ്, ജനറൽ സെക്രട്ടറി റഹീം ഒതുക്കുങ്ങൽ, ഖജാൻജി CNK നാസർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഇസ്മയിൽ കല്ലായി, ഉസ്മാൻ പാണ്ടിക്കാട്, മെഹബൂബ് പത്തപ്പിരിയം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഷാഫി കോഴിക്കോട്, സുഹറ ബഷീർ എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. സൗദി നാഷണൽ കോർഡിനേറ്റർ റഹ്മത്ത് തിരുത്തിയാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ഷാർജയിലേക്കും അബുദാബിയിലേക്കുമുള്ള 106 ബസ്സുകളിൽ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തി. എത്തിസലാത്തുമായി ചേർന്ന് യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. യാത്ര ആയാസരഹിതമാക്കി യാത്രക്കാർക്ക് പരമാവധി സൗകര്യങ്ങൾ നൽകാനുള്ള നടപടികളുടെ തുടർച്ചയാണിതെന്ന് RTA CEO അബ്ദുല്ല യൂസഫ് അൽ അലി അറിയിച്ചു. സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയിലെ കേബിൾ ജോലികൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. ജപ്പാൻ കമ്പനിയുമായി തൊഴിൽ പരിശീലനത്തിനും വിദഗ്ധ സേവനത്തിനുമുള്ള സഹകരണ കരാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ കേബിൾ കണക്ഷൻ ജോലികൾ പൂർണ്ണമായും സ്വദേശികൾക്ക് സംവരണം ഏർപ്പെടുത്താനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷം മുതൽ ഈ രംഗത്ത് 100% സ്വദേശിവൽക്കരണം നടപ്പാക്കുമെന്ന് വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ മുഹമ്മദ് അറിഫ പറഞ്ഞു. 4 അന്താരാഷ്ട്ര കമ്പനികളുമായി സൗദി ഇലക്ട്രിസിറ്റി കമ്പനി സഹകരണ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാറുകളുടെ അടിസ്ഥാനത്തിൽ സ്വദേശികൾക്ക് ആവശ്യമായ പരിശീലനം നൽകി അവരെ കേബിൾ ജോലികൾക്ക് പ്രാപ്തരാക്കും. തൃശൂർ ജില്ലാ സൗഹൃദവേദി ജിദ്ദ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അബ്ദുൽ മജീദ് നഹ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾ ഒരുക്കിയ പൂക്കളം, ഓണസദ്യ എന്നിവ ശ്രദ്ധേയമായി. മിമിക്സ് ആൻഡ് മ്യൂസിക് ട്രീറ്റ്, കലാ സാംസ്കാരിക നൃത്ത സംഗീത വിരുന്ന്, കലാഭവൻ നസീബ് അവതരിപ്പിച്ച 1-മാൻ ഷോ, പാകിസ്ഥാനി ഗായകൻ തുഫൈൽ ഖാൻ നയിച്ച ഗാനവിരുന്ന് എന്നിവ ആസ്വാദകർക്ക് നവ്യാനുഭൂതി പകർന്നു. വടംവലി, ഉറിയടി, കുട്ടികൾക്കുള്ള കായിക മത്സരങ്ങൾ എന്നിവയും നടന്നു. ചെയർമാൻ ഷെരീഫ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണകുമാർ, ബഷീർ തൊട്ടിയൻ എന്നിവർ സംസാരിച്ചു. വിനോദ് ജോസഫ് സ്വാഗതവും ബിനോജ് ആന്റണി നന്ദിയും പറഞ്ഞു. UAE വള്ളവനാട് സൂഡ് സംഘം ഓണം ഈദ് കുടുംബ സംഗമം നടത്തി. സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്റഫ് താമരശ്ശേരി, ഷാലു ഫൈസൽ, ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. KV ഉമറിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരുന്നു. ഏഷ്യാവിഷൻ മൂവി അവാർഡിന്റെ 11ാമത് എഡിഷൻ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. ഹിന്ദിയിലെ മികച്ച നടിയായി സോനം കപൂറും മലയാളത്തിൽ നിന്നുള്ള മികച്ച നടീനടന്മാരായ നിവിൻ പോളി, മഞ്ജു വാര്യർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. മാൻ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് കുഞ്ചാക്കോ ബോബൻ അർഹനായപ്പോൾ ജേക്കബിന്റെ സ്വർഗരാജ്യം മികച്ച സിനിമയായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയ് സേതുപതി, RK സുരേഷ്, രാധിക അബ്ദെ, രാംചരൺ, ആമി ജാക്സൺ ഉൾപ്പെടെ നിരവധി പേർക്കും അവാർഡുണ്ട്. നവംബർ 18-ന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം നടക്കുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമിത വേഗതയിൽ ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് മലയാളി മരിച്ചു. തിരുവനന്തപുരം വെട്ടുതുറ സ്വദേശി പ്രകാശാണ് മരിച്ചത്. ശനിയാഴ്ച ജഹ്റയ്ക്കടുത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കൂടെയുണ്ടായിരുന്ന 2 മലയാളികൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അപകടത്തിന് തൊട്ടുമുൻപ് ഇവർ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം വഴി അപ്ലോഡ് ചെയ്തിരുന്നു. അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയും വേഗം സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മിഡിസ്റ്റ് അവർ തുടരുന്നു. 5 ലക്ഷത്തിലധികം റിയാൽ വില വരുന്ന റീചാർജ് കൂപ്പൺ കവർച്ച ചെയ്യാനുള്ള ശ്രമം തായിഫ് പോലീസ് വിഫലമാക്കി. സെയിൽസ്മാൻമാരുടെ വാനുകളിൽ റീചാർജ് കൂപ്പൺ തട്ടിയെടുക്കുന്ന 3 പേരടങ്ങുന്ന സംഘമാണ് പോലീസിന്റെ ആസൂത്രിത നീക്കത്തിൽ പിടിയിലായത്. നിരവധി പരാതി ലഭിച്ചതോടെയാണ് തായിഫ് പോലീസ് മേധാവി മുഹമ്മദ് ബിൻ ദഖീൽ
അൽഹരാദിയുടെ കീഴിലുള്ള പോലീസ് സംഘം കുറ്റവാളികളെ വലയിൽ വീഴ്ത്തിയത്. കുറ്റവാളികളെ കൂടുതൽ അന്വേഷണത്തിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയതായി മക്ക മേഖല പോലീസ് വക്താവ് ജനറൽ ആദി ബിൻ അതിയ അൽ ഖുറഷി പറഞ്ഞു. 23ഓളം കാറുകൾ അഗ്നിക്കിരയാക്കിയ 40-കാരനായ സ്വദേശി പിടികൂടിയതായി മക്ക മേഖല പോലീസ് അറിയിച്ചു. നിർത്തിയിട്ട സ്ഥലങ്ങളിൽ തങ്ങളുടെ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുന്നതായി സ്വദേശികളിൽ നിന്നും വിദേശികളിൽ നിന്നും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതി വലയിൽ വീണത്. അന്വേഷണത്തിൽ 23 വാഹനങ്ങൾ കത്തിച്ചതായി പ്രതി സമ്മതിച്ചു. പ്രതിയെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയതായി വക്താവ് ആദി ബിൻ അതിയ അൽ ഖുറഷി പറഞ്ഞു. 45ാമത് UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് KMCC സർഗോത്സവം സംഘടിപ്പിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PK അൻവർ നഹ അധ്യക്ഷത വഹിച്ചു. 500-ലധികം കലാപ്രതിഭകൾ മാറ്റുരച്ചു. 9 ജില്ലകളിൽ പങ്കെടുത്ത മത്സരത്തിൽ 70 പോയിന്റ് നേടി മലപ്പുറം ജില്ല ജേതാക്കളായി. കോഴിക്കോട് ജില്ല 65 പോയിന്റ് നേടി 2ാം സ്ഥാനം കരസ്ഥമാക്കി. കണ്ണൂരിനാണ് 3ാം സ്ഥാനം. പ്രമുഖ മാധ്യമ പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ റംസി ബാറൂദിനെ മൈ ഫാദർ വാസ് എ ഫ്രീഡം ഫൈറ്റർ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ദോഹയിൽ പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകനായ PK നിയാസാണ് ഗാസ പറഞ്ഞു തീരാത്ത കഥകൾ എന്ന പേരിൽ പുസ്തകം പരിഭാഷപ്പെടുത്തിയത്. അതർ ബുക്സ് ആണ് പ്രസാധകർ. ദോഹയിൽ നടന്ന ചടങ്ങിൽ ഗസയിൽ നിന്നുള്ള പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ അതാഉല്ല ഡോക്ടർ PV സയ്യിദ് മുഹമ്മദിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം നിർവഹിച്ചു. അതർ ബുക്സ് എഡിറ്റർ ഡോക്ടർ ഔസാഫ് അസർ, ദ പെനിൻസുല ഖത്തർ ദിനപത്രത്തിലെ സീനിയർ ജേർണലിസ്റ്റ് കൂടിയായ പരിഭാഷകൻ PK നിയാസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. സൗദിയിലെ ലേബർ ക്യാമ്പുകളിൽ പരിശോധനയ്ക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രത്യേക സമിതിക്ക് രൂപം നൽകും. തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന് പുറമെ ദേശഭരണം, ആരോഗ്യം എന്നീ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളും അടങ്ങിയ സമിതിയാണ് വൻ നഗരങ്ങളിലെ ലേബർ ക്യാമ്പുകൾ പരിശോധിക്കുക. 3 മന്ത്രാലയങ്ങളും ചേർന്ന് രൂപപ്പെടുത്തുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ. ആരോഗ്യം, ശുചിത്വം, സുരക്ഷ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന നടക്കും. നിയമലംഘനം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ കമ്പനികൾക്ക് നിയമ അനുസൃതമുള്ള പിഴ ചുമത്തും. തൊഴിലാളികൾക്ക് മാന്യമായ താമസ സൗകര്യവും ആരോഗ്യ ശുചിത്വ പരിരക്ഷയും നൽകണമെന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ താൽപര്യമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 23ാമത് ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഈ മാസം 30 മുതൽ ദോഹയിലെ സിറ്റി സെന്ററിനടുത്തുള്ള എക്സിബിഷൻ സെന്ററിൽ നടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മുൻ വർഷങ്ങളിൽ നിന്ന് ഭിന്നമായി ഇത്തവണ വിവിധ സാംസ്കാരിക പരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 100 കണക്കിന് പുസ്തക പ്രസാധകരാണ് ഈ വർഷം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുക. മലയാളത്തിൽ നിന്ന് മുൻ വർഷങ്ങളെ പോലെ ഇത്തവണയും കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസിദ്ധീകരണാലയമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഡിസംബർ 10-ന് പുസ്തകോത്സവം അവസാനിക്കും. ഇതോടെ മിഡിൽ ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം.